നെറ്റ്നായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച് അവസാനം നമ്മൾ പറഞ്ഞു. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാവുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു. ആ ന്യായപ്രമാണത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ കൾമിനേഷൻ, അല്ലെങ്കിൽ പാരമ്യം, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമാണ്. പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്നുള്ളതല്ല, കർത്താവിൽ കൂടി ന്യായപ്രമാണം പൂർത്തീകരിച്ചു എന്ന് കാണുന്നു. പൗലോസിൻ്റെ ജീവിതം പോലെ തന്നെ ആ സമയത്ത് പൗലോസ് അത് റിയലൈസ് ചെയ്യുകയും അത് പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ യഹൂദന്മാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധ്യമായില്ല എന്ന് കാണുന്നു. 2 കൊരിന്ത്യർ 3:7 നമ്മൾ പറഞ്ഞാണ് മരണത്തിൻ്റെ ശുശ്രൂഷ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, അതാണ് ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ. അവിടെ നിന്ന് നമുക്ക് തേജസ്സിൻ്റെ ശുശ്രൂഷയിലേക്കുള്ളൊരു പ്രയാണമായിരുന്നു. ആത്മാവിൻ്റെ ശുശ്രൂഷ അതായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ന്യായപ്രമാണം അനുസരിച്ച് ദാവീദ് എങ്ങനെ സ്വർഗത്തിൽ പോകും? ദാവീദിന് സ്വർഗത്തിൽ പോകാനായിട്ട് പറ്റത്തില്ല ന്യായപ്രമാണം അനുസരിച്ച്. കാരണം അവന് ന്യായപ്രമാണത്തിലുള്ള അതിനെതിരായിട്ടുള്ള എല്ലാ പാപങ്ങളും അവന് ചെയ്തിട്ടുണ്ട്. എന്നാൽ ദാവീദ് പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ ദൈവത്തിനോട് നിരക്കുകയാണ്. അങ്ങനെ നിരന്നാണ് ദാവീദിൻ്റെ ആ എക്സ്പ്ലനേഷൻ ദാവീദ് പറയുന്നത്. 51-ാം സങ്കീർത്തനത്തിലും 32-ാം സങ്കീർത്തനത്തിലും ദാവീദ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു, എനിക്ക് സ്വർഗത്തിൽ പോകാനായിട്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകാനായിട്ട് പറ്റുകയില്ല, എന്നാൽ കർത്താവിൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെ വീണ്ടെടുക്കുന്ന ദൈവമാണ്. തുടർന്ന് നമ്മൾ താഴെയുള്ള 5-ാം വാക്യം തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. ഇന്ന് കുറച്ച് വാക്യങ്ങൾ കവർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നല്ലോ. വിശ്വാസമുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ എന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. 8-ാം വാക്യം വരെയാണ് വായിച്ചത്. ഇവിടെ നമ്മൾ പഴയ നിയമത്തിൽ നിന്നുള്ള കോട്ടിങ്ങുകളാണ് ഇതിൽ കാണുന്നതെല്ലാം. പൗലോസ് പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ന്യായപ്രമാണം അവിടെ കയ്യിലുണ്ടായിരുന്നു, അതനുസരിച്ച് ആ കൽപ്പനകളിൽ ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ ജീവിച്ചവരുണ്ടായിരുന്നു. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് സക്കറിയയ്ക്കും എലിസബത്തിനും കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും അവരുടെ ന്യായപ്രമാണം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവരെ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അനിന്യരായിരുന്നു. അവർ കൽപ്പനകളിൽ നടന്നു എന്ന് ചോദിക്കുന്നു. എന്നാൽ യഹൂദന്മാരുടെ ആ സമയത്ത് യേശുക്രിസ്തു ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ യഹൂദന്മാരോട് ഇത് സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നം ദൈവവചനം മാത്രം പോരാ, അവർക്ക് അടയാളം കൂടി വേണം. അവരെപ്പോഴും അടയാളം ചോദിക്കുകയാണ്, അടയാളം കാണിക്കണം എന്ന്. അതാണ് അവരുടെ പ്രശ്നം. നീ ദൈവത്തിനാണെങ്കിൽ നീ അടയാളം കാണിക്കണം. അവരെപ്പോഴും ആ ഒരു രീതിയിലായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം അവരുടെ വിശ്വാസമെല്ലാം അവർ അബ്രഹാമിൻ്റെ മക്കളായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഡയറക്റ്റ് പ്രവേശനം സ്വർഗരാജ്യത്തിലേക്കുണ്ട് എന്നുള്ള ഒരു ചിന്ത. അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്ന ഭാഗം ലേവ്യ 18:5. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ യഹോവയാകുന്നു. ഇത് കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് ഇത് കുറച്ചും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്ത് ഇതെങ്ങനെയാണ് നമുക്കായി തീരുന്നത് എന്നുള്ളതൊന്ന് ക്ലിയറാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഗലാത്യർ 3:10 വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് മനുഷ്യൻ എങ്ങനെയാണ് അതിനകത്ത് ജീവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാവുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനല്ല ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസ്ഥനിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുണ്ടല്ലോ. ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. എന്ത് ക്ലിയറായിട്ട് പൗലോസ് ഈ പറയുന്ന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നമ്മൾ നീതീകരിക്കപ്പെടത്തില്ല, നമ്മൾ ശാപത്തിന് കീഴാകും. അതുകൊണ്ട് എല്ലാവരും ശപിക്കപ്പെട്ടവരാണ്. എന്നാൽ നീതിമാൻ എന്താണ്? വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത്. എന്ത് വിശ്വാസമാണ്?
ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല. ന്യായപ്രമാണത്തിൽ പറയുന്നത് അത് ചെയ്യുന്നവനെതിരെ ജീവിക്കുമെന്നാണ്. അത് നേരത്തെ നമ്മൾ ചിന്തിച്ചത്. അവയെ ചെയ്യുന്ന മനുഷ്യൻ, ലേവ്യ പുസ്തകം 18:5, അവൻ അവനാൽ ജീവിക്കുമെന്നാണ്. എന്നാൽ ക്രിസ്തു നമുക്ക് ശാപമായി തീർന്നു. നമ്മുടെ ശാപഗ്രസ്തമായിരുന്ന നമ്മളെ അവൻ വിലയ്ക്ക് വാങ്ങി അവൻ്റെ കാൽവറി ക്രൂശിലെ അവൻ്റെ മരണത്താൽ നമുക്ക് പാപമോചനം തന്നിട്ട് നമ്മൾക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് വരേണ്ടതിന് അതെങ്ങനെയാണ്? വിശ്വാസത്താൽ പ്രാപിപ്പാൻ. അത് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം തന്നു. അതാണ് മരണത്തിൻ്റെ ശുശ്രൂഷ മാറി ആത്മാവിൻ്റെ ശുശ്രൂഷ വന്ന് അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന അങ്ങനെയാണ് എന്ന് വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസമുള്ള ജീവിതം. ഇതാണ് പൗലോസ് അത് ക്ലിയറായിട്ട് പറയുന്നത്. എന്നാൽ ഇതിനകത്ത് വീണ്ടും ഒരു ഭാഗമുണ്ട്. ഇതിൽ പറയുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ നിങ്ങൾ ഉയരത്തിൽ കയറണോ താഴത്തിൽ പോകണോ എന്നൊക്കെ പറയുന്നൊരു ഭാഗം ആവർത്തന പുസ്തകം 30:11-14 വാക്യങ്ങളിലാണ് അത് പറയുന്നത്. അതിവിടെ കോട്ട് ചെയ്യാണ്. ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഈ വിശ്വാസ വചനം നിങ്ങളൊന്നും അധ്വാനിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം പാതാളത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല അത് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഉയരത്തിൽ കയറിപ്പോയി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വചനം നിങ്ങളുടെ വായിൽ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം ആവർത്തന പുസ്തകം 30:11-14 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പനയ്ക്ക് നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആ സ്വർഗത്തിൽ കയറി കൊണ്ടുതരും എന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. നിങ്ങൾ കേട്ടനുസരിക്കേണ്ട ആ സമുദ്രം കടന്ന് കൊണ്ടുതരുമെന്ന് പറയത്തക്കവണ്ണം സമുദ്രത്തിന് അക്കരെയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്തും നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും തന്നിരിക്കുകയാണ്. നിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിലാക്കിയ നിരമ്യപ്രവചനത്തെ പുസ്തകത്തിൽ പറയുന്ന ഭാഗമുണ്ട്. വചനം നിൻ്റെ ഹൃദയത്തിലേക്ക് എഴുതി തന്നിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഈ വിശ്വാസ വചനം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അത് നമ്മൾക്കത് അന്വേഷിച്ച് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. സമുദ്രത്തിൻ്റെ അക്കരെ പോകണ്ട, സ്വർഗത്തിൽ പോകണ്ട, വേറെ അതിന് വേണ്ടി അധ്വാനം ഒന്നും ചെയ്യണ്ട. എന്നാൽ ഇന്ന് ആളുകൾ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടാത്തത് കൊണ്ട് മനുഷ്യൻ്റെ മാനത്തെ അവർ കൂടുതൽ സ്നേഹിക്കുന്നതിനാൽ ഇന്നത് ചെയ്യാതെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 12:38 മുതലുള്ള ഭാഗങ്ങളിൽ യെശയ്യാപ്രവചനം മുഖാന്തരം നിവൃത്തിയായ ഭാഗങ്ങളെക്കുറിച്ച് അവർ പറയുന്നു. അതിൽ എൻഡിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെ 41 വാക്യത്തിൽ യെശയ്യാവിൻ്റെ തേജസ് കണ്ടുകൊണ്ട് അവരെക്കുറിച്ച് സംസാരിച്ചത് പറഞ്ഞ്, എന്നിട്ടും പ്രമാണികൾ തന്നെ അനേകർ അവനിൽ വിശ്വസിച്ചു, പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഗ്രഹിക്കുകയും മനം തിരിയുകയും ഒക്കെ ചെയ്തവർ അവർ വിശ്വസിച്ചെങ്കിലും അവർ ഏറ്റു പറഞ്ഞില്ല എന്ന് പറയുന്നു. ഇത് വീണ്ടും അടുത്ത വാക്യവുമായിട്ട് റെഫർ ചെയ്തുള്ളൊരു റെഫറൻസും കൂടിയാണ്. ഇന്നും ഇതുപോലെ തന്നെയാണ് സോഷ്യൽ അക്സെപ്റ്റൻസിന് വേണ്ടി ഇന്ന് പലപ്പോഴും ഇത് താല്പര്യമില്ല എന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ട്രഡീഷണൽ ചർച്ചസിലൊക്കെ പോവുകയും വിശ്വാസത്തിൽ ഒക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ചില ആളുകളൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവുമായിട്ട് പേഴ്സണലായിട്ടുള്ള ബന്ധം വരികയും യേശുവിൻ്റെ കൽപ്പനകൾ, യേശുവിൻ്റെ പ്രമാണങ്ങളും യേശു പഠിപ്പിച്ചതൊക്കെ അനുസരിച്ച് ദൈവനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ഉള്ളിൽ തന്നെ അവർക്കൊരു ചിന്തയുണ്ട്, അവർ വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തികളാണ് എന്നുള്ള ചിന്തയുണ്ട്. ആ രീതിയിൽ അവർ ജീവിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ മാരേജുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേ അവർ പത്രത്തിലൊക്കെ, പ്രത്യേകിച്ച് മനോരമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആളുടെ പരസ്യമൊക്കെ കൊടുക്കുന്നത് ബോൺ അഗെയിൻ ചിൽഡ്രൻ, ബോൺ അഗെയിൻ, വീണ്ടും ജന്മം പ്രാപിച്ച ആളുടെ ആവശ്യമുണ്ട്. ഇന്ന് ഈ ട്രഡീഷണലായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറയുന്നത്, പള്ളികളിൽ ഈ വീണ്ടും ജന്മം എന്നൊക്കെ പറയുന്നത് ഇത് പെന്തക്കോസ്തുകാർക്കുള്ളൊരെണ്ണമാണ്, വേറെ ആർക്കും ഉള്ളതല്ല, പുതുജന്മം പ്രാപിക്കേണ്ട, നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
അതുകൊണ്ട് ചില ആൾക്ക് അങ്ങനെയുള്ളവർക്ക് എന്താണ്, ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്നുണ്ട്, അവിടുത്തെ മാസിൽ സംബന്ധിക്കുന്നുണ്ട്, കുർബാന കൊള്ളുന്നുണ്ട്, പാപം ഏറ്റുപറയുന്നുണ്ട്, വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്, ദൈവസന്നിധിയിലാണ് ജീവിക്കുന്നത്. എന്നാൽ എല്ലാവരും ജീവിക്കുന്നതല്ലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ സഹോദര, അങ്ങനെ ഞങ്ങളങ്ങ് ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു ഐഡൻറ്റിറ്റി, ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നൊരു ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് നാണമാണ് വല. കാരണം കോംപ്രമൈസ് ചെയ്യാണ്. നോക്കി, നമ്മുടെ ഈ ലോകത്തിൻ്റെ പോക്ക് തന്നെ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പം പലയിടത്തും യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു, സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു. ഞാൻ നേരത്തെ ആ എപ്പിസോഡ് കർത്താവിന് രണ്ടാമത്തെ വരവായിട്ട് ചെയ്ത എപ്പിസോഡിലൊക്കെ അത് പറയുന്നുണ്ട്. പേജർ പൊട്ടിത്തെറിച്ച് അനേകം ആളുകൾ മരിച്ച്, ആൻറ്റി ക്രൈസ്റ്റ് നമ്മളെ മൊബൈൽ കൂടി ഇൻ്റർനെറ്റ് മർഡർ നടത്തുമെന്ന് ക്ലിയറായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത്, പേജറിൻ്റെ മരണം. ഇതൊക്കെ പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. അതുകൊണ്ട് എന്നാണ് കർത്താവ് വരുന്നത് നമുക്കറിയത്തില്ല. എന്നാൽ ഞാൻ കോംപ്രമൈസ് ചെയ്ത് ജീവിച്ചോളാം എന്ന് വിശ്വസിച്ച് അതനുസരിച്ച് ചിന്തിക്കുന്ന ഒരുപാട് പേരുന്നുണ്ട്. ഞാൻ അവരോട് പറയുന്ന ഇതാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വായിലിരിക്കുന്നു, ഹൃദയത്തിലും ഇരിക്കുകയാണ്. ഇന്ന് അത് ഏറ്റുപറയുന്നതിന്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒന്നല്ല. വൈസ്മെനിലും YMCAയിലും റോട്ടറിയിലും പോയിട്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ അവിടെ സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടത്തില്ല. അതേസമയം ഞാനൊരു ചാരിറ്റി പ്രോജക്റ്റ് ചെയ്യുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പ്രോജക്റ്റ് നടക്കുന്നു, അതിനകത്ത് ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവരെ ഞാൻ സഹായിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അക്സെപ്റ്റൻസ് ഒരുപാട് കിട്ടും. എപ്പോഴും നീതിപ്രവൃത്തിയും സോഷ്യൽ കാര്യങ്ങളുമാണ് സോഷ്യൽ അക്സെപ്റ്റൻസ് കൊടുക്കുന്നത്. കർത്താവിൻ്റെ കാര്യം പറയും, വീണ്ടും ജന്മം പ്രാപിച്ചു, ബോൺ അഗെയിൻ എന്നൊക്കെ പറയും, കർത്താവിൻ്റെ ദൈവമാണ് അവനെ നടത്തുന്നതെന്ന് പറയുകയും ചെയ്യുന്ന ആരാണ്? ജീവിതത്തിലെ ചിലപ്പോൾ പ്രതികൂല അവസ്ഥയിൽ കൂടി കടന്നുപോയി, മരണത്തിൻ്റെ താഴ്വരയിൽ കടന്നുപോയി ദൈവം വിടുവിച്ച ചിലരായിരിക്കും പറയുക. അല്ലാതെ നോർമൽ കോഴ്സിൽ പലരും പറയാറില്ല. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയുന്നത്, ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഒന്നും അധ്വാനിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസ വചനമാണ്. അത് കണ്ടുപിടിക്കാനായിട്ട് എങ്ങും പോകണ്ട, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ദൈവം നിങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളത് അക്നോളജ് ചെയ്യണമെന്ന്. നിങ്ങളത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ കൊണ്ട് ഏറ്റു പറയണമെന്ന് പറയുന്നു. 9-ാം വാക്യത്തിലേക്ക് അതാണ് വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇന്നത്തെ ചിന്ത നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നമ്മൾ തുടർന്ന് 9, 10 അധ്യായ വാക്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കണം. നമുക്കത് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ഇന്നത്തെ ചിന്ത ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിൻ്റെ വചനം ഞങ്ങളിലേക്ക് അതിനാൽ ഞങ്ങൾ ജീവിക്കും. നിൻ്റെ വചനത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് വിശ്വാസത്തിലാണ് ജീവിക്കുന്ന, പ്രവൃത്തിയാലല്ലോ കർത്താവേ. അത് ഞങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് കർത്താവേ നീ കൂടുതലായിട്ട് ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനത്തിന് വേണ്ടി വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ലല്ലോ. സോഷ്യൽ അക്സെപ്റ്റൻസിന് വേണ്ടി അല്ലല്ലോ കർത്താവേ നിൻ്റെ വചനം ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ നിൻ്റെ വചനം എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ആത്മാവിൻ്റെ രൂപാന്തരത്തിനും കർത്താവ് നിത്യജീവനും കർത്താവിനോടൊപ്പം എന്നും ജീവിക്കേണ്ടതിനാവുന്നു ഞങ്ങൾ ചിന്തിപ്പാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവേ നിങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, അനേകം പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട്. മക്കളുടെ മാരേജുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളിലിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരിത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? വലിയൊരു വിടുതൽ തരും. തടഞ്ഞിരിക്കുന്ന മാരേജൊക്കെ ദൈവം ഈ ദിവസങ്ങളിൽ റിലീസ് ചെയ്ത് തരും എന്ന് ഉറച്ച് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ വിശ്വാസമൊന്ന് പ്രാർത്ഥിക്കുമോ? ആ മകളുടെ മാരേജ് വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഹൃദയമൊക്കെ ദൈവം ഒന്ന് മാറ്റിത്തരുവാനായിട്ട് ഈ ദൈവസ്ഥലങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? വീര്യം പ്രവർത്തിക്കുന്ന ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വലിയൊരു അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവമേ, നീ വിടുവിക്കണമേ, സഹായിക്കണമേ, കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണേ. തുടർന്ന് വാച്ച് ചെയ്യണം. ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യം കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ഇടുകയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.